എല്ലാവർക്കും നമസ്കാരം. ജർമ്മൻ ബസ് പ്രൊവൈഡറായ ഫ്ലിക്സ് ബസ് ഇന്ത്യയിൽ സർവീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാം. ലോ കോസ്റ്റാണ്, ഡൽഹിയിൽ നിന്ന് ഒരുപാട് സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം. ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലേക്കാണ്, യുപിയിലെ ഗ്രാമങ്ങൾ വഴി ഉത്തരാഖണ്ഡിലേക്ക്. അപ്പോൾ ആ വിശേഷങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലിക്സ് ബസ്. അപ്പോൾ ഇവരുടെ കാര്യങ്ങൾ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജർമ്മൻ ബ്രാൻഡാണ്. ഓൾറെഡി ഒരു 40,000 റൂട്ടുകൾ, ഇൻ്റർസിറ്റി റൂട്ടുകൾ ഇവർ കവർ ചെയ്യുന്നുണ്ട് ലോകത്ത് മൊത്തം. യൂറോപ്പ്, US എല്ലാം ഇവരുടെ നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇവർ ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഡൽഹി ടു ജമ്മു, ഡൽഹി ടു ഹിമാചൽ, അതുപോലെ തന്നെ ഡൽഹി ടു പഞ്ചാബ്, ഡൽഹി ടു അയോധ്യ, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലേക്കുണ്ട്. നോർമൽ ബസ്സിന് ഒരു 1000-1200 രൂപ വരുമെങ്കിൽ ഇവർക്ക് ഒരു 500 രൂപ 600 രൂപ പെർ ഹെഡ് റേറ്റിലാണ് ഇവർ സർവീസ് നടത്തുന്നത്. AC കോച്ചുകളാണ്, എല്ലാം ഭാരത് ബെൻസിൻ്റെ നല്ല കോച്ചുകളാണ്, സെമി സ്ലീപ്പർ. പിന്നെ കുറച്ച് വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ തരുന്നുണ്ട് തുടക്കത്തിൽ. പിന്നെ സേഫ്റ്റി ഇവരുടെ മെയിൻ ഫാക്ടറാണ്. ഓവർ സ്പീഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ബാക്കിയുള്ള ബസ്സുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഓവർ സ്പീഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇവർ നല്ല സ്മൂത്ത് ആൻഡ് കംഫർട്ട് ജേണിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ഡൽഹിയിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഉത്തർപ്രദേശിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹി ടൗണൊക്കെ വിട്ട് ഏകദേശം ഹരിദ്വാർ ആ സ്ഥലത്തൊക്കെ എത്താറായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പെയിൻറ്റിങ്ങുകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇതുവരെയുള്ള യാത്രയൊക്കെ വളരെ കംഫർട്ടാണ് ഇവരുടെ കാര്യങ്ങളിൽ. അപ്പോൾ ഡൽഹിയിൽ വരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ ഇതൊരു ഓപ്ഷനാണ്. കാരണം ജസ്റ്റ് ഇവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ബസ് ബുക്ക് ചെയ്യാം. അതിൽ നമുക്കൊരു QR കോഡ് കിട്ടും. കയറുമ്പോൾ ജസ്റ്റ് ആ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇവരുടെ ഒരു ഡിവൈസ് ഉണ്ടായിരിക്കും. പിന്നെ ഡൽഹിയിൽ, പിന്നെ അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഇവർക്ക് മെയിനായിട്ട് ലോഞ്ചസ് ഉണ്ട്. ഈ കാണുന്നതാണ് ഇവരുടെ വെബ്സൈറ്റ്. ഇതല്ലെങ്കിൽ ഇവരുടെ ആപ്പ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ഉത്തർപ്രദേശിലെ സ്റ്റേറ്റ് ബസ്സാണെന്ന് തോന്നുന്നു, ഗവൺമെൻറ് ബസ്സാണ് ലോക്കൽ സർവീസ് നടത്തുന്നത്. ഇവിടെ രണ്ട് സൈഡും ഗ്രാമങ്ങളാണ് കേട്ടോ. ഗ്രാമങ്ങൾ, കൃഷിയിടങ്ങൾ. ഡൽഹി, പഞ്ചാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായി കൃഷിയാണ്. ഒരുപാട് കൃഷിയിടങ്ങളാണ് ഈ റോഡിൻ്റെ ഒരു സൈഡും മറ്റേ സൈഡും, രണ്ട് വശത്ത് ഇത് തന്നെയാണ് കാണാനുള്ളത്. അപ്പോൾ ഫ്ലിക്സ് ബസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ബസ് ഡൽഹിയിൽ നിന്ന് വരുന്ന നമ്മുടെ മലയാളി സുഹൃത്തുക്കൾക്ക് ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് പുതിയൊരു സർവീസ് ഓപ്പറേറ്റർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ യൂസ്ഫുള്ളായി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ലോഞ്ച് ഫെസിലിറ്റി ഉണ്ട് ഇവരുടെ, അതും യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫ്ലിക്സ് ബസ്സിനെ പറ്റി പറയാനുള്ളത്. ബാക്കിയാണ് നമുക്ക് വഴിയെ കാഴ്ചകളൊക്കെ കണ്ടുപോകാം. എങ്ങനെയുണ്ട് റിവ്യൂ എന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫുള്ള് കൃഷിയിടങ്ങളാണ്, നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. UP എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സംസ്ഥാനം തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായ കൃഷിയും പ്രൊഡക്ഷനും ഇവിടെ നല്ലപോലെ നടക്കുന്നുണ്ട്. അത് നമുക്കിവിടെ വ്യക്തമായി കാണാവുന്നതാണ്. ഡൽഹിയിൽ വന്നിട്ട് ഡൽഹി ടു ഹിമാചൽ, കുളു മണാലി, പിന്നെ അതുപോലെ തന്നെ കാശ്മീർ അങ്ങനെയൊക്കെ പോകാൻ പ്ലാനുള്ളവരും, പിന്നെ അയോധ്യ, പഞ്ചാബ് ഒക്കെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ബസ്. കാരണം നല്ല കംഫർട്ടായ യാത്രയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊരു പുതിയ ഇൻഫർമേഷനെ തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. മലയാളത്തിൽ ആരും ഇതിൻ്റെ വീഡിയോ ചെയ്ത് കണ്ടില്ല. അപ്പോൾ ഇതൊരു പുതിയ ഇൻഫർമേഷനായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ ഉത്തർപ്രദേശിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനമായിട്ട് ഈ പച്ചക്കറികളും ഫ്രൂട്ട്സും ഒരുപാട് ഫ്രഷ് ഐറ്റംസ് കിട്ടാനുണ്ട്. ഇനി ഇവരുടെ ഉൾഗ്രാമങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിലും ഭംഗിയുള്ള കാഴ്ചകൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതെപ്പോഴെങ്കിലും പോകാൻ കഴിയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. കാണണമെന്നുണ്ട്, പക്ഷേ സമയപരിമിതി മൂലം നേരെ പോവുകയാണ്. അപ്പോൾ പിന്നെ പറയാനുള്ളത് കൃഷിയാണ് ഇവിടുത്തെ മെയിൻ. അതുപോലെ തന്നെ ഇഷ്ടിക കമ്പനികൾ ഒരുപാട് കാണാൻ കഴിഞ്ഞു. ഇഷ്ടിക ഇപ്പോഴും ഇവിടെ നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം 2 മണിക്കൂറായി. ഇപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ്. മൂർത്തൽ എന്നുള്ള സ്ഥലമാണ്. ഇത് നല്ലൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. റംഗ് റൈസ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ വെജ് ഫുഡാണ് നമ്മൾ രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത്. വെജ് താളിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ല റെസ്റ്റോറൻറ്റ്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ബസ്സിലുള്ള കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഹോട്ടലിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്ലിക്സ് ബസ്സിൻ്റെ നല്ലൊരു അഡ്വാൻറ്റേജ് കൂടിയാണ്. കാരണം നമ്മൾ ഫാമിലിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നോർമൽ റെഡ് ബസ്സിലൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ധാബയിലൊക്കെ നിർത്തും. ടോയ്ലറ്റ് ഒന്നും ഒരു വൃത്തി ഉണ്ടാവില്ല, ക്വാളിറ്റി ഫുഡ് ഉണ്ടായിരിക്കില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല സർവീസാണ് ഇവരുടെ. നിങ്ങൾക്ക് വരുമ്പോൾ ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഒരു ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ താളിയൊക്കെ ഫുഡ് വന്നിട്ടുണ്ട്. അതൊക്കെ നോർത്ത് ഇന്ത്യൻ ഡിഷസാണ്. പേര് എനിക്കറിയില്ല. ചോറ് കുറച്ചിരിക്കുന്നുണ്ട്. ആ ചോറ് എന്തായാലും കഴിച്ചു നോക്കണം എന്നുണ്ട്. പിന്നെ ചപ്പാത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫുഡൊക്കെ നന്നായിരുന്നു. അപ്പോൾ വേറൊരു ബസ് കൂടി അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ബസ് ഇതാ മുന്നിൽ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്. നേരെ ഇനി ഡെറാഡൂണിലെത്താൻ 1.5 മണിക്കൂർ കൂടി ഉണ്ട്. ഉത്തരാഖണ്ഡിൽ ഡെറാഡൂൺ ഇറങ്ങി ഡെറാഡൂണിൽ നിന്ന് മുസൂരി എന്നുള്ള ഹിൽ സ്റ്റേഷനിലേക്കാണ് ഇന്നത്തെ യാത്ര.
അപ്പോൾ അത് അവിടെ എത്തിയതിന് ശേഷം ബാക്കി അവിടുത്തെ കാഴ്ചകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നമ്മൾ ഡെറാഡൂൺ എത്തി. ഇതൊക്കെ രാവിലെ ജോലിക്ക് പോകാതിരിക്കുന്ന ആൾക്കാരാണ്. ഓരോ ഇവിടുത്തെ നാടൻ പണികളൊക്കെ ചെയ്യില്ലേ, അതുപോലെ കടകളിലൊക്കെ ബോർഡ് ഒരേപോലെ ആക്കാൻ എന്തോ ഇവിടെ നിയമമുണ്ട്. എല്ലാം ചുവന്ന ബോർഡാണ്. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു ടാക്സി പിടിച്ച് മൊസൂരിയിലേക്ക് പോവുകയാണ്. അതാണ് അടുത്ത ലക്ഷ്യം. അപ്പോൾ മൊസൂരിയിൽ എത്തി ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിച്ചാൽ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയ ചെറിയ വീഡിയോസാണ് നമ്മുടെ ചാനലിൽ. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യുക. ബൈ ബൈ.